ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. തിരുവോണ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഫാമിലിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വീഡിയോയിൽ. അതായത് കുഞ്ഞൻ്റെയും എൻ്റെയും വീട്ടിലെ ഫാമിലീസിനെ കാണാൻ പറ്റും. രണ്ടിടത്തും നമ്മൾ ഇന്നൊരു ഡേ തന്നെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, സ്പെഷ്യലാണ്. അതായത് ഞങ്ങൾ കല്യാണത്തിന് മുന്നേ വെച്ച് എവിടെയൊക്കെയാണ് വെച്ചിട്ടാണ് കാണുന്നതെന്നും നമ്മുടെ ലവ് സ്റ്റോറി പറയാനൊക്കെ കുറേ പേര് പറഞ്ഞില്ലേ. ലവ് സ്റ്റോറി പറയുന്നില്ലെങ്കിലും ഞങ്ങൾ എവിടെ വെച്ചാൽ കണ്ടതെന്നും പിന്നെ ആ ഓർമ്മകളൊക്കെ പുതുക്കുന്ന കുറേ കാഴ്ചകൾ ഞങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ആ സ്പോട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട്. എന്തായാലും 5 പോകുമ്പോൾ അവിടെ പോകാതിരുന്ന മോശമാണ്, കാരണം ഞങ്ങളുടെ ഒരുപാട് ഓർമ്മകളും അവിടേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്പോട്ടിലോട്ട് നമ്മളിന്ന് പോകുന്നുണ്ട്. ആദ്യം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, അത് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട്, കാരണം എനിക്ക് നമുക്ക് പീരിയഡ്സിൻ്റെ ടൈമിൽ നമുക്ക് ഇത്ര ദിവസം കഴിഞ്ഞാലേ അമ്പലത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ കുഞ്ഞനും പോവില്ലല്ലോ. പിന്നെ എൻ്റെ സ്കേർട്ടും ടോപ്പും എങ്ങനെയുണ്ട് എന്നും കൂടെ പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഞാൻ സ്റ്റിച്ച് ചെയ്തതായിരുന്നു. ഞാൻ അന്ന് വ്ളോഗിനകത്തല്ല, ലൈവ് വന്നപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റിച്ച് ചെയ്ത് പകുതി വെച്ചിരുന്നപ്പോൾ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. വീട്ടിൽ നിന്ന് നമ്മളൊരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു സ്പോട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിരുന്നു കുഞ്ഞിന് ഞാൻ വന്ന് നിന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ വെച്ചിട്ടൊക്കെ ഫുഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുമായിരുന്നേ. പിന്നെ ഞങ്ങൾ വന്ന് ഇരിക്കുന്ന സ്ഥലം ഇതായിരുന്നു. ഈ കല്ലുണ്ടല്ലോ, ഈ കല്ലായിരുന്നു. പക്ഷേ ഇതിന് താഴോട്ട് ആ മരങ്ങളൊന്നും ആ സമയത്ത് ഇല്ല. പിനാക്കിൾ വ്യൂ പോയിൻ്റ് എന്നാണ് നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നത്. അഞ്ചലും പുനലൂരും ഉള്ള ആൾക്കാർക്ക്, ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു സ്ഥലം അറിയായിരിക്കും. കാരണം ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ ഇതിൻ്റെ ഷോർട്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ, വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എല്ലാവരും ഇപ്പം ഒരുപാട് ദൂരമുള്ള ആൾക്കാരും ഈ സ്ഥലത്തോട്ട് വരുന്നുണ്ട്. എറണാകുളത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വലിയ വ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്തെന്ന് വെച്ചാൽ അവിടെ മരങ്ങളൊക്കെ വളർന്ന് ഒരുപാട് പന്തലിച്ചിങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മഞ്ഞ് മൂടി കിടക്കുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. ആ മരങ്ങൾ നിന്ന ഭാഗത്തൊക്കെ നേരത്തെ മരമല്ലായിരുന്നു, നല്ല ആഴത്തിൽ കുഴിയായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ രാവിലെയൊക്കെ ചെല്ലുമ്പോൾ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കും. ഈ പാവങ്ങളുടെ ഊട്ടി എന്നൊക്കെ പറയില്ലേ, അതൊക്കെയായിരുന്നു നമ്മുടെ അവിടെ കേട്ടോ. അത്രയ്ക്ക് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞ് മൂടിക്കിടക്കുമ്പോൾ ആ മഞ്ഞിങ്ങനെ പോകുന്ന പോലെ തോന്നും നമുക്ക്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മരങ്ങളൊക്കെ വന്ന് അവിടെ വേലി പോലെയൊക്കെ ഇട്ടു. നേരത്തെ ആ വേലി സംഭവങ്ങൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അയ്യോ, പണ്ടത്തെ ആ ഒരു വ്യൂ ഒന്നും കിട്ടുന്നില്ല. പിന്നെ കിട്ടുന്ന വ്യൂ ഒക്കെ ഞാൻ അതിനകത്ത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ മാവളയിലോട്ട് പോയി. ഇവിടെ പോകാനൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു പള്ളി എന്ന് വെച്ചാൽ ഭയങ്കര പ്രിയപ്പെട്ട ഒരു പള്ളിയാണ്. അതായത് കുഞ്ഞൻ ജോലി കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് കുഞ്ഞൻ എന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന് ആക്കുമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അതുവഴി വരുന്ന സമയത്ത് ആ പള്ളിയിൽ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടൊക്കെ ആയിരുന്നു വരുന്നത്. അവിടെ പ്രാർത്ഥിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ പള്ളി ഞങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടാണ്. ആ പള്ളിയിൽ ഞങ്ങൾ കയറിയിട്ടില്ല, കുരിശടിയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മെഴുകുതിരി കത്തിച്ച്. ഇന്ന് അവിടെ ചെന്നപ്പോൾ കടകളൊക്കെ അവധി ആയതുകൊണ്ട് നമുക്ക് മെഴുകുതിരി മേടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ കിടന്ന മെഴുകുതിരിയൊക്കെ ഇങ്ങനെ അണഞ്ഞ് കിടപ്പിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കത്തിച്ചു, ഒന്ന് സമാധാനമായി. അതിലേക്ക് വല്ലാണ്ട് വിഷമം തോന്നിയാനെ. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയും നമ്മൾ പിനാക്കിൾ വഴിയാണ് വന്നത്. അതുവഴി വന്നതിന് ശേഷം പിന്നെ ആ ഒരു കാഴ്ചകൾ ഭയങ്കര നമ്മൾ മിസ് ചെയ്യും കേട്ടോ. അവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഞാനും കുഞ്ഞനും കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസും വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും. അങ്ങനെ അവിടുന്ന് പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇന്ന് വരുന്ന കാര്യം മനുഷ്യർക്ക് അറിയില്ലേ. അപ്പോൾ ആദ്യം അമ്മച്ചമ്മയായിരുന്നു കണ്ടത്. അമ്മച്ചമ്മ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്, ഇതാരപ്പായി വരുന്നതെന്നും പറഞ്ഞിട്ട്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതേപോലെ അമ്മയ്ക്കും സംഗിയൊക്കെ ഓടി വന്നതിന് ഉമ്മക്കുമായിരുന്നു, കാരണം ആരും പ്രതീക്ഷയില്ല ഞങ്ങൾ ഇന്ന് വരുന്നൊരു കാര്യം. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, ഞാൻ കായംകുളം പോത്തേ ഉള്ളൂ, കുഞ്ഞിന് കാല് വയ്യല്ലോ, പിന്നെ എങ്ങനെ അത്രയും ദൂരം വരുന്നത്. അപ്പോൾ കുഞ്ഞനായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് പോകണം എന്നൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പടക്കം പൊട്ടുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. സൗണ്ട് കൊടുക്കുമ്പോൾ ക്ഷമിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടുന്ന കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് നിർത്തിയാണ് കൊടുക്കുന്നത്. എന്നിട്ടും അതൊരു പരിധി വിട്ടിങ്ങനെ പോവുകയാണ്. നമുക്ക് ഒരാൾക്കടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ പടക്കം പൊട്ടിക്കരുതെന്ന്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ സൗണ്ട് കേൾക്കാതിരിക്കാം. എനിക്ക് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞേ. അങ്ങനെ അടുക്കളയിൽ കയറിയപ്പോൾ അമ്മയൊക്കെ ഓരോ പാചകത്തിലാണ്. എല്ലാവരും രാവിലെ തന്നെ നല്ല തിരക്ക് പിടിച്ച് ഇങ്ങനെ ജോലിയായിരുന്നു കേട്ടോ. അങ്ങനെ ഓണക്കോടി ഞാൻ എല്ലാവർക്കും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഞാൻ ഷോർട്സ് ഞാൻ പിന്നീട് ഇടാം കേട്ടോ. അതായത് നമ്മൾ
കുറച്ച് ഓൺലൈനാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ ബാക്കി അന്ന് മേടിച്ച തുണികളൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ, കടകളിൽ നിന്നൊക്കെ മേടിച്ചത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ അങ്ങനെ മേടിച്ചിട്ടുള്ളായിരുന്നു, ബാക്കിയൊക്കെ നമ്മൾ ഓൺലൈനിൽ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു ഞാൻ അമ്മച്ചമ്മയ്ക്ക് എടുത്തത്. അമ്മച്ചമ്മ സാരി കൊടുക്കുള്ളൂ, സെറ്റ് മുണ്ട് സെറ്റ് സാരി അങ്ങനെയൊന്നും കൊടുക്കില്ല. ആൾക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെയിറ്റ് കുറഞ്ഞിട്ട് ഷിഫോൺ സാരി ആട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അമ്മച്ചമ്മയ്ക്ക് ഷിഫോൺ സാരിയാണ്. പിന്നെ അമ്മയ്ക്കും ഞാൻ ഇതോട്ട് ക്രേപ്പ് മെറ്റീരിയലിൻ്റെ സാരിയാണ് എടുത്തത്. കോട്ടൺ എടുക്കണ്ടെന്ന് പറഞ്ഞു. അമ്മ എടുക്കണ്ടെന്നല്ല, അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കോട്ടൺ ഇപ്പം ഞാൻ അങ്ങനെ ഉടുക്കാറില്ല, ഒഴുകി കിടക്കുന്നതാണെങ്കിൽ ഉടുക്കാൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് കോട്ടൺ സാരിയാണ് മേടിച്ചത്. പിന്നെ സംഗീതയ്ക്ക് ശാലും ഞാൻ ഡ്രസ്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് അവർ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി ഇറങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരങ്ങോട്ട് പോയതിൻ്റെ പിറകിലാണ് ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ എടുത്തത്. പിന്നെ ഞങ്ങൾ വന്ന ഉടനെ പിന്നെ ഫുഡ് കഴിച്ചു, നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ പിന്നെ പൂവിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് അമ്മ മേടിച്ച കപ്പാണ് കേട്ടോ, മീഷോയിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചാണ്. നല്ല കപ്പ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഒരു ഗ്ലാസ് ചായയൊക്കെ കൊള്ളു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇത് ഞാൻ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നിട്ട് ബാക്കിയും കൂടെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു നീ കൊണ്ടുപോക്കോ, നിനക്ക് തരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ടമ്മ, ഞാൻ വേറെ മേടിച്ചോളാം, ഇവിടെ ഇരിക്കട്ടെ, ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ചായ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം എന്താ പുറത്ത് നമ്മുടെ പ്രഥമൻ കിടന്ന് തിളക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണമല്ലോ. ഇത് ഭയങ്കര പണികെട്ട ഒരു പണിയാണ് ഇത്. ഭയങ്കര പാടുപെട്ട പണിയാണ് ഇത്, പ്രഥമൻ വെക്കുക എന്ന് വെച്ചാൽ. ഇവിടെ നമ്മൾ ഓണത്തിന് മാത്രമാണ് പ്രഥമൻ വെക്കുന്നത്, തിരുവോണത്തിൻ്റെ ഒന്ന് മാത്രം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഓടിക്കൊണ്ട് ഇങ്ങോട്ട് തിരുവോണത്തിൻ്റെ ഒന്ന് തന്നെ വന്നത്, അതുകൊണ്ട് മാത്രമല്ല കേട്ടോ. നമ്മൾ നാളത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടില്ലേ. കുഞ്ഞിൻ്റെ പെങ്ങളുടെ വയറ്റ് പൊങ്കാലയാണ് നാളെ, വയറ്റ് നേർച്ച അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ 7-ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് വരുന്ന ചടങ്ങാണ്. അപ്പോൾ നമുക്കത് കൂടിയെങ്കിലേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം കായംകുളത്ത് പോയിട്ട്, അതായത് തിരുവോണം അവിടെ കൊണ്ടിട്ട് അവിട്ടത്തിന് നമ്മുടെ വീട്ടിലോട്ട് വരാമെന്നും അഞ്ചലോട്ട് വരാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ അവിട്ടത്തിൻ്റെ ഒന്നും ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അഞ്ചലോട്ട് പോയി വൈകിട്ട് നമുക്ക് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നൈറ്റ് നമുക്ക് അങ്ങോട്ട് തിരിക്കാമെന്നും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. ആ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം, എന്നാലേ നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഞാൻ ചെയ്യട്ടെ, എനിക്കും കൂടെ വല്ല ജോലി തായോ എന്നും പറഞ്ഞ് ഞാൻ നടക്കുമായിരുന്നു. കാരണം അമ്മയ്ക്കോ വയ്യാണ്ടൊക്കെ ഇരിക്കുകയല്ലേ, പിന്നെ അതിൻ്റെ അമ്മ എല്ലാവർക്കും വയ്യാത്തയാണ്. അന്നേരം പിന്നെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. ഡ്രസ്സ് അഴുക്കാവും, നീ അവിടെ തന്നെ ഇരുന്നു എന്നും പറഞ്ഞിട്ട് ഒന്നും ചെയ്യണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ ഡ്രസ്സ് ഊരാഞ്ഞ കാരണം സംഗീശാലും വന്നിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അവർ വന്നപ്പോഴേ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുമാർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വരുമ്പോഴേ നമ്മൾ ഫോട്ടോസ് എടുക്കണം, വീഡിയോസൊക്കെ എടുക്കണം, അതുകൊണ്ട് നീ ഡ്രസ്സൊന്നും മാറ്റല്ലേ, ഞാൻ വന്നിട്ടേ ഞങ്ങൾ വന്നു കഴിഞ്ഞേ മാറ്റാവും, ഫുഡെല്ലാം കഴിച്ചിട്ട് മാറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഡ്രസ്സ് മാറ്റിയില്ല. അവളുമാർ അമ്പലത്തിൽ നേരെ 5 പോയി. എന്തിനാ പോയെന്ന് അന്നേരം എന്നോട് പറഞ്ഞില്ല, വന്നു കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അതെന്തിനാണെന്ന് ഞാൻ നിങ്ങളുടെ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ഇതാ അവളുമാർ വന്നിട്ടുണ്ടായിരുന്നു. പായസം ഞാനും കൂടെ തകർത്ത് പിടിച്ചിങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നു, കാരണം അമ്മയ്ക്കൊക്കെ കുറേ നേരം നിൽക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പോയൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഇതാ എന്തിനാ പോയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സംഗീശാലയും കൂടെ പോയത് ചേട്ടന് ഷർട്ട് എടുക്കാനായിരുന്നു. ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഷർട്ട് കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് ശാലിന് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെയാണ് ഓടി അഞ്ചലോട്ട് പോയത്. ഞങ്ങളെ കണ്ടപ്പോൾ ആകെ ഒരു ഷോക്കായിരുന്നു, കാരണം ഞങ്ങളിന്ന് വരും എന്നുള്ള കാര്യം ഒരു ഉറപ്പില്ലായിരുന്നു. ഞങ്ങൾ വന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും അല്ല, വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് വരുമായിരുന്നു കേട്ടോ. നമ്മൾ നിൽക്കുന്നിടത്തോട്ട് വന്നിട്ട് അവിടെ ഓണം കൂടുമായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നു. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷമൊക്കെ നമ്മൾ ഓണത്തിന് എവിടെയും പോയിട്ടില്ലായിരുന്നു, കുഞ്ഞിന് വയ്യാതിരുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് അങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഓണം കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം അങ്ങനെയൊക്കെ ആവാമെന്നും പറഞ്ഞൊക്കെ ഇരുന്നതായിരുന്നു. അന്നേരം അതുകൊണ്ട് ഡ്രസ്സ് എടുത്തിട്ടില്ല, വരുമ്പോൾ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അവൾക്ക് വന്ന് കണ്ടപ്പോൾ അയ്യോ ചേട്ടന് ഞാൻ ബർത്ത്ഡേക്കൊന്നും കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടമായിരുന്നു. അങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റ് പരുവായിരുന്നു, ഒരു അളവിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ലായിരുന്നു. ഷേപ്പ് അടിച്ചതുപോലെ കിടക്കുകയായിരുന്നു കേട്ടോ ഷർട്ട്. നല്ല ക്ലോത്തും ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സംഗീശാലും ഇല്ലായിരുന്നല്ലോ ഞാൻ ഡ്രസ്സ് കൊടുത്ത സമയത്ത്. അങ്ങനെ ഇതാ അവളുമാർക്ക് രണ്ടിനും കൂടെ ഞാൻ പിന്നെ കൈയോടെ എടുത്ത് കൊടുത്തു. രണ്ടും കൂടെ ഇവിടെ വഴക്കായിരുന്നു, പാൻറ്റിൻ്റെ അടിയായിരുന്നു കേട്ടോ. നീ എനിക്ക് ആ പാൻറ്റ് വേണം, എനിക്ക് ഈ പാൻറ്റ് വേണമെന്നും പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് പാൻറ്റ് ഞാൻ ശാലുവിനും മറ്റേ പാൻറ്റ് ഞാൻ സംഗീക്കാണ് എടുത്തത്. അങ്ങനെ ഇവിടെ ഈ അടി ഇങ്ങനെ കാര്യമാക്കണ്ട, ഇതൊക്കെ ഒരു തമാശയാണ് കേട്ടോ.
കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് രണ്ടും കൂടെ ഒരേപോലെ ഇട്ടുകൊണ്ട് നടക്കും. രണ്ട് പേർക്കും ഒരേപോലത്തെ എടുക്കാത്ത എന്താണെന്ന് മമ്മി എന്നോട് വന്ന് ചോദിക്കുമായിരുന്നു. ഈ അടി കൂടണ്ടായിരുന്നല്ലോ, രണ്ടിനും ഒരേപോലത്തെ എടുത്താൽ. രണ്ട് പേർക്കും ഒരേപോലത്തെ എടുക്കാത്തതെന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടാമല്ലോ. ഇപ്പോൾ ഒരു ഡ്രസ്സ് ഒരാൾ മാത്രമല്ലല്ലോ, അവർക്ക് രണ്ടിനും ഇപ്പോൾ ഏകദേശം ഒരുപോലെ വണ്ണം ആയതുകൊണ്ട് തന്നെ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നടക്കുകയൊക്കെ ചെയ്യാം. ഒരിടത്ത് പോകുമ്പോൾ വേറൊരാൾക്ക് ആ ഒരു ഡ്രസ്സ് ഇടണമെന്ന് തോന്നുന്നു, അങ്ങനെ ഇടാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരേപോലത്തെ എടുക്കാത്തത്. ഞാൻ കരുതിയ സംഗി ഈ ടൈപ്പ് പാൻറ് ഇടത്തില്ലെന്ന് കേട്ടോ. അതുകൊണ്ടായിരുന്നു അവൾക്ക് ഞാൻ ഈ ടൈപ്പ് എടുക്കാതെ മറ്റേ ടൈപ്പ് എടുത്തത്. ഇവിടെ വന്നപ്പോൾ ഇവൾക്ക് ഇപ്പോൾ ആ പാൻറ് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു വഴക്ക്. പിന്നെ കുഞ്ഞയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഇവർ മലപ്പുറത്താണ് കേട്ടോ, കുഞ്ഞയും ചിറ്റപ്പനെന്നല്ല ഞാൻ വിളിക്കുന്നത്, അനിപ്പപ്പയെന്നായിരുന്നു കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ പണ്ട് തൊട്ടേ അങ്ങനെ വിളിക്കുന്നുണ്ട്, അതൊരു ശീലമാണ്. അങ്ങനെ അനിപ്പപ്പയും കുഞ്ഞയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് നിന്ന്. അവർ തലേന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു, ഇവിടെ വന്നപ്പോഴാണ് അവർ ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്ത് അവർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. സംഗി ശാലും കൂടെ ഇറങ്ങിയതിന് തൊട്ട് മുന്നായിട്ട് കുഞ്ഞയും അനിപ്പപ്പയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അവർ കുറേ കഴിഞ്ഞിട്ട് ആണ് വന്നത്. മലമേ പാറയിലൊക്കെ പോയിട്ടാണ് വന്നത്. നമുക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞിന് കാല് വയ്യാത്തതുകൊണ്ട് പാറയുടെ മണ്ടയ്ക്ക് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ പോയില്ല. അവിടെ പോയെങ്കിൽ അടിപൊളി വ്യൂ നിങ്ങൾക്ക് കാണാമായിരുന്നു കേട്ടോ. ഈ ഒരു മലമേൽ പാറ എന്നൊക്കെ പറയുന്നത് ഒരു പാറയുടെ മുകളിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഒരു ശിവക്ഷേത്രമാണ്, ശിവനും വിഷ്ണുവും കൂടി ഇരിക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ. അത് കാണാനും നല്ല രസമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ചെന്ന് നമുക്ക് കുറച്ച് നേരം ഇരിക്കുകയും, അത് വൈകുന്നേരം പോകണം കേട്ടോ. സൂര്യാസ്തമയമൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ നേരത്തെയൊക്കെ നമ്മൾ പോകുമായിരുന്നു, നമുക്ക് അടുത്ത് തന്നെ അല്ലേ. അപ്പോൾ നമ്മൾ പോയി ഇരിക്കുകയും അവിടെ നിന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നല്ല രസമാണ്. അവിടെ ഒരു നാടുകാണിപ്പാറയെന്നും പറഞ്ഞൊരു പാറയുണ്ട്. അതിൻ്റെ മുകളിൽ കയറുവാണെങ്കിൽ അതൊന്ന് കയറിപ്പോകാൻ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. നമുക്ക് കാല് വയ്യാത്തവർക്കൊന്നും അങ്ങനെ അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയ സമയത്തൊക്കെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ കയറുമ്പോൾ ഭയങ്കര കാറ്റാണ്. അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ നിന്നോട് നോക്കുമ്പോൾ നമുക്ക് ചടയമംഗലം പാറയുണ്ടല്ലോ, അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. അവിടെ അതിൻ്റെ മുകളിൽ കയറിയ ആ നാടുകാണിപ്പാറയെന്ന് പറയുമ്പോൾ ആ നാട് മൊത്തം കാണുന്ന ഒരു രീതിയിലാണ്. കാരണം നമുക്ക് കുറേ പ്രദേശങ്ങൾ വരെ നമുക്ക് ആ ഒരു പാറയുടെ മുകളിൽ നിന്നാൽ കാണാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ്. എന്തായാലും ഒരു നാൾ പോകുമ്പോൾ നിങ്ങളെ കാണിക്കാം. കുഞ്ഞിൻ്റെ കാലൊന്ന് ശരിയാവട്ടെ, അതിന് ശേഷം പോകുമ്പോൾ കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിന് മുന്നേ പിന്നെ കാണാൻ പോകുമ്പോൾ ഞാനൊന്ന് കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്ത് കാണിക്കാം. അതൊക്കെ ഭയങ്കര രസമാണ് അതൊക്കെ കാണാനൊക്കെ. അങ്ങനെ നമ്മളിതാ ഉച്ചയൊക്കെയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. ആദ്യം കുറച്ച് പേരിരുന്നു. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും പിന്നെ മാമിമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവരെ ഇരുത്തിയതിന് ശേഷം പിന്നീടാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ അമ്മച്ചമ്മ ഞങ്ങൾക്ക് 3 പേർക്കും വാരി തന്നു കേട്ടോ. അതൊക്കെ രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വാരി കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അമ്മമാരായാലും അത് നമുക്കത് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് അതൊരു രസം തന്നെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് തിരുവോണത്തിൻ്റെ അങ്ങനെ വന്നിട്ടേ ഇല്ല. ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞേ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണത്തിനാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത്. കൊറോണ ആയതുകൊണ്ട് അടച്ചൊക്കെ ഇട്ടേക്കുന്ന കാരണം നമുക്ക് പിന്നെ വന്നിട്ടേ ഇല്ല. ഓണസമയം ആയപ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞങ്ങൾ വീട്ടിലോട്ട് വരുന്നത് കേട്ടോ. അന്ന് ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊക്കെയാണ് വന്നത്. അതായത് നമ്മൾ ഉച്ചയ്ക്ക് അവിടുത്തെ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടെയൊക്കെ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. കുഞ്ഞിനും ഞാനുമായിട്ട് വീട്ടിൽ വന്ന് അങ്ങനെ നിന്നിട്ടേ ഇല്ല. എനിക്ക് നിൽക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വന്ന് നിൽക്കണമെന്നൊക്കെ. ഒരു വട്ടമെങ്ങാണ്ട് എന്തോ മാരേജ് ഫംഗ്ഷൻ എങ്ങാണ്ട് ഞങ്ങൾ വന്ന് നിന്നിട്ടുണ്ട്. ഇപ്പോൾ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുഞ്ഞിന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വന്ന് നിൽക്കാൻ പിന്നെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് കുഞ്ഞിനിപ്പോൾ വയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് നമുക്കിപ്പോൾ നിൽക്കാനൊന്നും അങ്ങനെ പറ്റാറില്ല. പക്ഷെ എനിക്ക് 2-3 ദിവസമെങ്കിലും വന്ന് നിൽക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങ് വേണ്ടാന്ന് വെക്കും. പിന്നെ ഇനി നമുക്ക് നോക്കാം. കുഞ്ഞിനെ കുറച്ചും കൂടെ ഓക്കെയൊക്കെ ആയതിന് ശേഷം പിന്നെ 1-2 ദിവസമൊക്കെ വന്ന് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ മമ്മിയും അമ്മയൊക്കെ എപ്പോഴും പറയും, നിങ്ങൾ 2 ദിവസമെങ്കിലും ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നല്ല സന്തോഷമായേനെ എന്നൊക്കെ. അവർക്കും ആഗ്രഹങ്ങളൊക്കെ കാണുന്നില്ലേ, അവർ മനുഷ്യരല്ലേ അല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു.
അമ്മച്ചമ്മ ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ അമ്മച്ചമ്മയ്ക്ക് വാരി കൊടുക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് ഇങ്ങോട്ടായിരുന്നു വാരി തരുന്നത്. ഇന്ന് ഞങ്ങളത് വാവിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെല്ലാവരും വാരിത്താന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 3 പേരുടെ കയ്യിൽ നിന്നും പിന്നെ അമ്മമാരുടെ കയ്യിൽ നിന്നും ഒക്കെ വാങ്ങിച്ച് കഴിച്ചേട്ടോ. എനിക്കത് കണ്ടപ്പോൾ അറിയില്ല, വല്ലാത്തൊരു വിഷമവും സന്തോഷവും ഒക്കെ തോന്നി. എന്താ അങ്ങനെ ചെയ്യുന്നേ എന്നിങ്ങനെ തോന്നി കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ഞങ്ങളുടെ ആവശ്യപ്പെടുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആകാമല്ലോ. അങ്ങനെ കുറച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടെ. അത് കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ആയപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി കാതിലും കഴുത്തിലും കിടന്നൊക്കെ മാറ്റിയപ്പോഴാണ് ഒരു സമാധാനമായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരേ ഒരു കിടപ്പായിരുന്നു കേട്ടോ. എനിക്ക് തോളുവേദന നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തോളുവേദന ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് ബാഗൊക്കെ തൂക്കിക്കൊണ്ട് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ തോളുവേദന കൂടി. ഞാൻ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി. നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇച്ചിരി പായസം കഴിച്ചു. പായസം പ്രഥമൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഇച്ചിരിയേ കഴിച്ചോളായിരുന്നു. പിന്നെ പപ്പടമൊക്കെ പൊടിച്ചിട്ട് ഞാനും കുഞ്ഞനും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞപ്പം കുഞ്ഞയും പപ്പയും കൂടെ അവർ മാമൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറകെ ഞങ്ങളും പിന്നെ സാധനങ്ങളൊക്കെ എല്ലാം പറക്കിയെല്ലാം വെച്ചു. അങ്ങനെ ഇറങ്ങി. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ വിട്ടത് നമ്മൾ വീട്ടിലോട്ടായിരുന്നു, കായംകുളത്തോട്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാതെ ആട്ടോ ഇറങ്ങിയ ഇവിടുന്ന്. തിരുവോണമായിട്ട് നമ്മൾ അവിടെയും പോയി ഫുഡ് കഴിക്കണമല്ലോ. അവിടെ സദ്യയൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ പിന്നെ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് ചോദിച്ചു. എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല രസമാണല്ലോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് അച്ഛനും അമ്മയും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ മാത്രമേ ഉള്ളൂ കഴിക്കാനെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മീനൊക്കെ എടുത്ത് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ മീനൊക്കെ വറുത്തു. അത് കഴിഞ്ഞിട്ട് അമ്മ ചോറൊക്കെ വിളമ്പി തന്നു. ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂട്ടി ഇരുന്ന് കഴിച്ചു. ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉറങ്ങാനൊക്കെ പോയത് തന്നെ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാക്കറ്റ് പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് കുറച്ചാണ് ഇന്ന് കെട്ടി വെച്ചത് കേട്ടോ. അതിൻ്റെ ബാലൻസ് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നും കൂടെ കെട്ടി വെക്കുന്നുണ്ട്. അതായത് നാളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. നാളെ കുഞ്ഞൻ്റെ അനിയത്തിയെ നിങ്ങൾക്ക് കാണാം കേട്ടോ. എല്ലാവരും ചോദിച്ചില്ലേ അനിയത്തിയെ കാണിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ അനിയത്തിയുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ എലിസബത്ത് ബിനീഷിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രുതി രാജേഷിൻ്റെ മകനായ ടുട്ടുമോൻ്റെ ബർത്ത്ഡേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും തിരുവോണത്തിൻ്റെ എന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ രണ്ടുപേർക്കും. ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.